മായ പിടിപ്പുകേടുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ശനിദിശയാണ്. അതോടൊപ്പമാണ് മലയോര മേഖലയിലെ കർഷകരും മലയോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളും ഇന്ന് വന്യമൃഗങ്ങളുടെ ഭീതിയോടെ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് ഈ പിടികപ്പാറയിലെ ജോസഫ് ഏട്ടന്റെ വീടിന് മുമ്പിൽ ആ ജീപ്പില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വാതിലിന് മുമ്പിൽ ആ ജീപ്പില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊന്നുമാണ് ഭരണാധികാരികളായ ആളുകൾ നമ്മുടെ ഭരണ നേതൃത്വത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത്. വയനാട്ടിലെ ഒരു സ്ത്രീയെ വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കോഴിക്കോട് പാട്ടുപാടി രസിക്കുന്ന ഒരു വനമന്ത്രിയാണ് നമുക്കുള്ളത്. ഹൈക്കോടതി പോലും മൌലികാവകാശമാണ്. ഭയത്തോടുകൂടി ജീവിക്കേണ്ട മലയോര മേഖലയിലെ ആളുകൾക്ക് ഭയത്തോടുകൂടി ജീവിക്കേണ്ട സാഹചര്യം മൌലികാവകാശ നിഷേധമാണ് എന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ട് പോലും അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്താൻ ഈ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള പരിഹാര മാർഗങ്ങൾ. നേരത്തെ ഇവിടുത്തെ നേതാക്കന്മാർ സൂചിപ്പിച്ചിട്ടുള്ള തിരുവണ്ണാമൊഴി മുതൽ ആനക്കാമ്പൊയിൽ വരെ സൌരോർജ്ജ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പരിഹാര മാർഗങ്ങൾ നടത്തുന്നതിന് മന്ത്രി വാക്ക് തന്നിട്ടും ഗവൺമെന്റ് അനുമതി തന്നിട്ടും അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റു ഡ്രോൺ സംവിധാനങ്ങൾ, അതുപോലെ RRT ടീമിന്റെ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ ക്രോഡീകരിക്കുവാനും ഒന്നും തന്നെ ഈ സർക്കാർ മുന്നോട്ട് വരാത്ത ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടരഞ്ഞി മണ്ഡലം കമ്മിറ്റിയും ഈ പ്രദേശത്തെ പീടികപ്പാറയിലെ വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് MLA-യെയും അതുപോലെ വകുപ്പ് മന്ത്രിയെയും ഗവൺമെന്റിനെയും ശക്തമായ പ്രതിഷേധം അറിയിക്കുന്ന ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ്.